നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ആശിഷ് കച്ചോലിയയ്ക്ക് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയുടെ IPO ശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. 22-ാം തീയതി ഓഗസ്റ്റ് മാസം 22-ന് ഓപ്പൺ ചെയ്ത് 24-ന് ക്ലോസ് ചെയ്യുന്ന ഒരു IPO ആണിത്. 351 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 162 crores ആണ് ഫ്രഷ് ഓഹരികളായിട്ട് ഉള്ളത്. ഇവർ നിർമ്മിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മെറ്റാലിക് ഫ്ലോ സൊല്യൂഷൻസ് ആണ്. അതായത് മെറ്റാലിക് പൈപ്പുകൾ, ഇൻഡസ്ട്രിയൽ പർപ്പസസിനൊക്കെ ആവശ്യമായിട്ടുള്ള മെറ്റാലിക് പൈപ്പുകളാണ് ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും പോളിമേറൊക്കെ കൊണ്ടുള്ള പൈപ്പുകളുടെ നിർമ്മിക്കുന്ന കമ്പനികളെ കുറിച്ച് മനസ്സിലാക്കി. ഇത് മെറ്റാലിക് പൈപ്പുകളെ കുറിച്ചുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 1993 മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. പനവേലിലാണ് ഇവരുടെ ഓഫീസ്. സുയോഗ് ഇന്റർമീഡിയറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ പേര്. പ്രോഡക്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്. അതായത് ഹോസുകളാണ് പ്രധാനമായിട്ട്. ഹോസസ്, ബ്രൈഡഡ് ഹോസസ്, അൺബ്രൈഡഡ് ഹോസസ്, സോളാർ ഹോസസ്, ഗ്യാസ് ഹോസസ്, വാക്യൂം ഹോസസ്, ബ്രൈഡിങ്, ഇന്റർലോക്ക് ഹോസസ്, ഹോസ് അസംബ്ലീസ്, അങ്ങനെ പല തരത്തിലുള്ള, അതായത് 1700 വെറൈറ്റി ഹോസസും അത്തരത്തിലുള്ള ഉപകരണങ്ങളുമാണ് കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പല തരത്തിലുള്ള ഇൻഡസ്ട്രികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. അതായത് ഫയർ ഫൈറ്റിങ്ങിന് മുതൽ സ്പേസ് ആവശ്യങ്ങൾക്ക് വരെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഹോസുകളാണ് കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ മെറ്റാലിക് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. മഹാരാഷ്ട്രയിലെ നവി മുംബൈക്ക് അടുത്തുള്ള തലോജയിലാണ് ഇവരുടെ പ്ലാന്റ് ഉള്ളത്. 3,59,528 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഇവരുടെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. ISO സർട്ടിഫിക്കേഷൻ അടക്കമുള്ള ക്വാളിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്പനിക്ക് ആവശ്യമായ എല്ലാ സർട്ടിഫിക്കേഷൻസും കമ്പനി സ്വന്തമാക്കിയിട്ടുമുണ്ട്. എയറോഫ്ലെക്സിൻ്റെ ക്ലയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഫാബ്രിക്കേറ്റേഴ്സ്, പിന്നെ മെയിൻ്റനൻസ്, റിപ്പയർ, ഓപ്പറേഷൻസ് കമ്പനീസ്, പിന്നെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ്, മാത്രമല്ല മറ്റ് വൈഡ് റേഞ്ചിലുള്ള മറ്റ് ഇൻഡസ്ട്രികളും എല്ലാം തന്നെ ഇവരുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ഇവരുടെ ക്ലയൻസ് ആണ്. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് 2 പ്രധാന പ്രൊമോട്ടേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ഇറ്റാലിക്ക ഗ്ലോബൽ FZCയും. ഇവരുടെ കൈവശം 91.09% ഓഹരികളാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ളതെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ അത് 66.99% ആയിട്ട്, അത് 24% കുറവ് വരുന്നുണ്ട്. അതായത് 1.75 crores ഇക്വിറ്റി ഷെയർസ് സാറ്റ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഓഫർ ഫോർ സെയിലായിട്ട് ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ 24% ഇവരുടെ കൈവശമുള്ള ഓഹരികളിൽ കുറവ് വരുന്നത് ഇഷ്യൂ കഴിയുമ്പോൾ. 351 കോടിയുടെ ഇഷ്യൂവിൽ 162 കോടി രൂപ അവർ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴിയാണ് സ്വരൂപിക്കുന്നത്. ആ പണം കമ്പനിയിലേക്ക് വരുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ചില അഡ്വാൻസസ്, ബോറോയിങ്സ് ഇതെല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അവരുടെ പ്രവർത്തന മൂലധന ഫണ്ടിലേക്ക് ഈ പണം ഉപയോഗിക്കും. കൂടാതെ മറ്റ് ചില അക്വിസിഷൻസ്, മറ്റ് ഇൻഡസ്ട്രികളുടെ അക്വിസിഷൻസ് അല്ലെങ്കിൽ മറ്റു ലൊക്കേഷൻസിലേക്ക് കമ്പനി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കും. കൂടാതെ കോർപ്പറേറ്റ് ആയിട്ടുള്ള മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 2021 റവന്യൂ 144.77 കോടിയായിരുന്നെങ്കിൽ ആ വർഷം അതിൻ്റെ അറ്റാദായം 6 കോടിയാണ്. 6.01 കോടി രൂപയായിട്ടാണ് കാണിക്കുന്നത്. അത് അടുത്ത വർഷം ആയപ്പോഴത്തേക്കും റവന്യൂവിൽ 240 കോടിയായിട്ട് മാറി. 240.8 കോടിയായിട്ട് വർദ്ധിച്ചപ്പോൾ നെറ്റ് ഇൻകം 27 കഴിഞ്ഞ വർഷം 6 ആയിരുന്നത് 27.51 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ 2023 269.46 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. അതോടൊപ്പം തന്നെ നെറ്റ് ഇൻകത്തിലും അറ്റാദായത്തിലും നല്ല വർധനവുണ്ടായിട്ടുണ്ട്. 30.15 കോടി രൂപയായിട്ട് അറ്റാദായത്തിലും വർധനവ് സംഭവിച്ചു. അപ്പോൾ ഈ ഫിനാൻഷ്യൽ കണക്കുകൾ കാണിക്കുന്നത് കമ്പനി മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തന്നെയാണ്.
വാല്യൂസ് നോക്കുകയാണെങ്കിൽ EPS 2.64, PE റേഷ്യോ 38.64, 40.91. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 26.43%. അതുപോലെ NAV 9.98 പെർ ഷെയർ ആയിട്ടാണ് കാണുന്നത്. ഇതിന് കമ്പനിയുടെ രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ലീൻ മാനേജേഴ്സ് പാന്തോമ ക്യാപിറ്റൽ അഡ്വൈസേഴ്സുമാണ്. എയറോഫ്ലെക്സിന്റെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ പാർക്കർ ഹനിഫിൻ കോർപ്പറേഷനും സീനിയർ PLCയും ആണ് കാണുന്നത്. അതിൽ പാർക്കർ ഹനിഫിൻ കോർപ്പറേഷൻ 16.23 ബേസിക് ആയിട്ടുള്ള EPS. മറ്റേ കമ്പനി 0.05 എന്നാണ് കാണുന്നത്. എയറോഫ്ലെക്സിന്റെ 2.64. അപ്പോൾ ഈ കമ്പനികൾ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ നമുക്ക് സാധിക്കില്ല എങ്കിലും പിയർ കമ്പനികളുടെ കാര്യം പറയുമ്പോൾ ഈ കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം, ലിസ്റ്റഡ് കമ്പനികൾ. ഇനി എയറോഫ്ലെക്സിന്റെ IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് 22 മുതൽ 24 വരെയാണ് IPO ഓപ്പൺ ആയിരിക്കുന്നത്. 102 രൂപ മുതൽ 108 രൂപ വരെയാണ് ഇവരുടെ പ്രൈസ് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. 162 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുള്ളതെങ്കിൽ 189 crores ആണ് ഓഫർ ഫോർ സെയിൽ. 351 കോടി രൂപയായിരിക്കും ടോട്ടൽ IPO. അതിൽ മിനിമം ബിഡ് ചെയ്യേണ്ടത് ഒരു റീറ്റെയിലർ 130 ഓഹരിയാണ്. ഒരു ലോട്ട് എന്ന് പറയുന്നത് 130 ഷെയർസ് ആയിരിക്കും. 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട് കമ്പനി. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് 29 തീയതിയാണ് ഓഗസ്റ്റ് മാസത്തിൽ. ഇത് കിട്ടാത്തവർക്ക് പൈസ തിരിച്ചു വരുന്നത് 30 തീയതിയാണ്. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് 31 തീയതി ലഭിക്കും. ലിസ്റ്റിംഗ് വരുന്നത് സെപ്റ്റംബർ 1 തീയതി ആയിരിക്കും. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരോട് പറയാനുള്ളത്, ഇതിൻ്റെ ഫിനാൻഷ്യൽ ഒക്കെ നോക്കുമ്പോൾ കമ്പനി മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് അല്പം ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊരു സംശയമുണ്ട്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത അല്പം കുറവാണ്. എങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഇതിൽ പാർക്ക് ചെയ്യാവുന്നതാണ് ഫണ്ട്. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. പിന്നെ എല്ലാ രീതിയിലും വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.